നമ്മുടെ നാട്ടിൽ അത്ര പരിചയമില്ലാത്ത എന്നാൽ തമിഴ്നാട്ടിൽ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഉഴുന്ന് കലിയെ. ഇത് കുട്ടികൾ പീരീഡ്സ് ആവുന്ന സമയത്ത് അതുപോലെ തന്നെ ഗർഭിണികൾക്കും പിന്നെ പ്രസവം കഴിഞ്ഞതിന് ശേഷം പാലുണ്ടാകാനൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കറുത്ത ഉഴുന്നൊന്ന് വറുത്തെടുക്കാം. ഇതൊന്ന് മാറ്റിയതിന് ശേഷം ഇനി കുറച്ചധികം റൈസുകൾ എടുക്കുന്നുണ്ട്. ബ്ലാക്ക് റൈസ്, കറുംകുറവ റൈസ്, കുട്ടിയാനം റൈസ്, മാപ്പിള റൈസ്, കുല്ലകൻ റൈസ്, പൂങ്ക റൈസ്, വൈറ്റ് റൈസ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് ഇതും ഒന്ന് മാറ്റി വയ്ക്കുക. ഇതിൽ ഓരോ റൈസിന് അതിൻ്റെതായ ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറുപയർ പരിപ്പും നല്ല ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കയും ചുക്കും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് മെല്ലിൽ കൊടുത്ത് നല്ലപോലെ ഇത് പൊടിപ്പിച്ചെടുത്ത പൗഡറാണ് കേട്ടോ. അപ്പം നമുക്ക് കലി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് പൊടി എടുക്കാം. അതിലേക്ക് നമുക്ക് കരിപ്പെട്ടി വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ലപോലെ തിളച്ചൊന്ന് തിക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നുകിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തുമ്പോൾ മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി നിങ്ങൾക്ക് ഈ ഒരു പൗഡർ ചെയ്തെടുക്കാനായിട്ട് മടിയാണെങ്കിൽ സെയിം പ്രൊസീജിയറിൽ സെയിം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് കറുപ്പ് ഉഴുന്ന കഞ്ഞി പൗഡർ ഫിറ്റ് ആൻഡ് ഫുഡ് തമിഴ് ബ്രാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സും വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അല്ല ഇനിയിപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.